സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന 100 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പൈക കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലം. 1817 പൈക കലാപത്തിന്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലം ഗുർദയാണ്. ഗുർദ എവിടെയാണ്? ഒഡീഷയിലെ സ്ഥലം ഗുർദ. നോട്ട, നൺ ഓഫ് ദി എബവ് നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നോട്ട നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? നോട്ട എന്നാൽ എന്താണ്? നൺ ഓഫ് ദി എബവ് എന്നതാണ്. എത്രാമത്തെ രാജ്യമാണ്? 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 14ാമത്തെ രാജ്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പെരിയാർ EV രാമസ്വാമി നായ്ക്കറാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? പെരിയാർ EV രാമസ്വാമി നായ്ക്കർ. കേവല പൂജ്യം എന്നറിയപ്പെടുന്നത്. കേവല പൂജ്യം -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവല പൂജ്യം എന്ന് അറിയപ്പെടുന്നത്. -273.15 ഡിഗ്രി സെൽഷ്യസ്. ഏത് രീതിയിലുള്ള ഭൂരൂപമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്? ഏത് രീതിയിലുള്ള ഭൂരൂപമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്? സമതലങ്ങളാണ്. സമതലങ്ങൾ. ജന്തുക്കളിലെ കുളമ്പ് രോഗത്തിന് കാരണം. ജന്തുക്കളിലെ കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് വൈറസ് ആണ്. വൈറസ്. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏത് വർഷമാണ്? 2020. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് നഞ്ചിയമ്മയ്ക്കാണ്. അപ്പം നഞ്ചിയമ്മയ്ക്ക് ഏത് വർഷമാണ് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 2020. കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞ എവിടെയാണ്? കേരളത്തില് തലശ്ശേരിയിൽ. ആരാണ്? EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ സസ്യശാസ്ത്രജ്ഞ. കേരളത്തില് തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്തിയായ സസ്യശാസ്ത്രജ്ഞ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? EK ജാനകി അമ്മാൾ ആണ്. പൂക്കൾക്ക് നീല നിറം പകരുന്ന വർണ്ണവസ്തു ഏതാണ്? ഏത് കളർ? നീല നിറം. നീല നിറം പകരുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ ആണ്. ആന്തോസയാനിൻ. നീല നിറം. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്നത് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും ഇന്ത്യയെ എങ്ങനെ തകർത്തു എന്നത് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് രമേശ് ചന്ദ്ര ദത്ത്. രമേശ് ചന്ദ്ര ദത്ത്. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ ലിയാൻഡർ പേസ്. പാരാലിമ്പിക്സ് ആരംഭിച്ച വർഷം ഏതാണ്? പാരാലിമ്പിക്സ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1948 പാരാലിമ്പിക്സ് ആരംഭിച്ചത്. 1948. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെട്ടത് ആരാണ്? മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെട്ടത് ജ്യോതിറാവു ഫുലെയാണ്. ജ്യോതിറാവു ഫുലെയാണ് മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂഥർ എന്ന് അറിയപ്പെട്ടത്. ജ്യോതിറാവു ഫുലെ. മിന്നലിൽ
ദ്രവ്യം കാണുന്ന അവസ്ഥ. മിന്നലില് ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതവസ്ഥയിലാണ്? പ്ലാസ്മ അവസ്ഥയിലാണ്. മിന്നലില് ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മാവസ്ഥ. അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 20, 21 എന്നിവ. അനുച്ഛേദം 20ഉം 21മാണ് ഭരണഘടന അടിയന്തരാവസ്ഥ സമയത്ത് പോലും റദ്ദാക്കാൻ കഴിയാത്ത ഭരണഘടനാ അനുച്ഛേദങ്ങൾ. അറ്റ്ലസ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണം? അറ്റ്ലസ് ഫുട്ട് ഫംഗസ് ആണ്. അറ്റ്ലസ് ഫുട്ട് എന്ന അസുഖത്തിന് കാരണം ഏതാണ്? ഫംഗസ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ആണ് ഡെക്കാൻ ക്യൂൻ. എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്നു? എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നു? 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബംഗാൾ ഉൾക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നത്. അവ പശ്ചിമ ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവയാണ്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ചന്ദ്രഗിരി കോട്ട കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലാണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല കാസർഗോഡ്. ഏത് അനുച്ഛേദ പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഏത് അനുച്ഛേദ പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്? 33ാമത്തെ അനുച്ഛേദ പ്രകാരമാണ്. ആർട്ടിക്കിൾ 33 പ്രകാരമാണ് സായുധ സേനകളിലെ അംഗങ്ങളുടെ മൗലിക അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 33. ഓപ്പറേഷൻ ട്രാജൻ ഹോഴ്സ് ആരുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ട്രാജൻ ഹോഴ്സ്. ആരുടെ മരണവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്. വാഹനങ്ങളിൽ കൂളൻ്റായിട്ട് ജലം ഉപയോഗിക്കാൻ കാരണം എന്താണ്? വാഹനങ്ങളിൽ കൂളൻ്റായിട്ട് ജലം ഉപയോഗിക്കുന്നു. അതിന് കാരണം വിശിഷ്ട താപധാരിത കൂടുതലായതിനാലാണ്. ജലത്തിന് വിശിഷ്ട താപധാരിത കൂടുതലായതിനാലാണ് വാഹനങ്ങളിലെ ജലം എന്തായിട്ട് ഉപയോഗിക്കുന്നത്? കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലമുള്ള ഗ്രഹം ഏതാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ മേഘപടലമുള്ള ഗ്രഹമാണ് ശുക്രൻ. സ്വാതന്ത്ര്യാനന്തരം തിരുവിതാംകൂറിൽ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവി എവിടെയാണ്? തിരുവിതാംകൂറിൽ സ്വാതന്ത്ര്യാനന്തരം ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വഹിച്ചിരുന്ന പദവിയാണ് രാജപ്രമുഖൻ. രാജപ്രമുഖന്റെ പദവിയാണ് വഹിച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം എത്ര കിലോമീറ്റർ ആണ്? 2400 കിലോമീറ്റർ ആണ് ഹിമാലയ പർവ്വതനിരയുടെ ദൈർഘ്യം. 2400 കിലോമീറ്റർ. ജനങ്ങളുടെ കോടതി എന്നറിയപ്പെടുന്നത് ലോക് അദാലത്താണ്. ലോക് അദാലത്താണ് ജനങ്ങളുടെ കോടതി എന്ന് അറിയപ്പെടുന്നത്. കൃഷ്ണഗിരി സ്റ്റേഡിയം ഏത് ജില്ലയിലാണ്? കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിലാണ് കൃഷ്ണഗിരി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടത് ആരാണ്? ശ്രീമൂലം പ്രജാസഭാംഗമായിരിക്കെ ദളിത് കോളനികൾ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടത് പൊയ്കയിൽ യോഹന്നാൻ ആണ്. പൊയ്കയിൽ യോഹന്നാൻ. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന വ്യക്തി. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അസിമുള്ള ഖാൻ ആണ്. അസിമുള്ള ഖാൻ. 1920കളിൽ മദാരി പാസിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭം ഏതാണ്? 1920കളിൽ ആരുടെ നേതൃത്വത്തിലാണ്? മദാരി പാസിയുടെ നേതൃത്വത്തിൽ. എവിടെ നടന്ന കർഷക പ്രക്ഷോഭമാണ്? ഉത്തർപ്രദേശിൽ നടന്ന കർഷക പ്രക്ഷോഭമാണ് ഏക പ്രസ്ഥാനം.
പ്രക്ഷോഭത്തിന്റെ പേര് ഏകപ്രസ്ഥാനം. മനുഷ്യകോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ എത്ര ജോഡിയാണ്? മനുഷ്യകോശത്തിലെ സ്വരൂപ ക്രോമസോമുകൾ 22 ജോഡിയാണ്. 22 ജോഡി. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ഏത് ഹോർമോണാണ്? കോർട്ടിസോൾ. ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് രാജ്യത്തെ തേയിലയുടെ 4/3 ഉൽപ്പാദിപ്പിക്കുന്നത്? ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് രാജ്യത്തെ തേയിലയുടെ 4/3 ഉൽപ്പാദിപ്പിക്കുന്നത്? വടക്ക് കിഴക്കൻ ഇന്ത്യയിലാണ്. വടക്ക് കിഴക്കൻ ഇന്ത്യ. ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഒരു സംസ്ഥാനത്തെ അഡ്വക്കേറ്റ് ജനറലായിട്ട് നിയമിക്കപ്പെടുന്നതിന് ആരുടെ നിയമനത്തിന് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് വേണ്ടത്? ഹൈക്കോടതി ജഡ്ജി. ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന് വേണ്ട യോഗ്യതകളാണ് ഉണ്ടായിരിക്കേണ്ടത്. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം. കറങ്ങുന്ന പമ്പരത്തിന്റെ ചലനം ഭ്രമണമാണ്. ഭ്രമണം. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദസ്ത, സംഘടനയുടെ പേര് ആസാദ് ദസ്ത, സ്ഥാപിച്ചത് ജയപ്രകാശ് നാരായൺ ആണ്. ജയപ്രകാശ് നാരായൺ. അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഏതാണ്? അന്തസ്രാവി ഗ്രന്ഥി കൂടിയായ മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത് ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ചാൽക്കോജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ്. ചാൽക്കോജൻ കുടുംബം 16ാമത്തെ ഗ്രൂപ്പാണ് ചാൽക്കോജൻ കുടുംബം എന്ന് അറിയപ്പെടുന്നത്. ഹാലജൻ കുടുംബം 17ആണ്. ചാൽക്കോജൻ കുടുംബം 16, ഹാലജൻ കുടുംബം 17. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം. ചുവന്നുള്ളിയുടെ നീറ്റലിന് കാരണമായ മൂലകം സൾഫർ ആണ്. സൾഫർ. ബാംഗ്ലൂരിന്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയ വർഷം? 2014. 2014 ബാംഗ്ലൂരിന്റെ പേര് ബംഗളൂരു എന്ന് മാറ്റിയത്. 2014. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണം. ജന്തുക്കളിലെ ആന്ത്രാക്സ് രോഗത്തിന് കാരണമാകുന്നത് ബാക്ടീരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം. സെൻട്രൽ വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂരാണ്. കണ്ണൂർ. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത്. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാ സമാഹാരം വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. അഷ്ടമുടിക്കായലിന്റെ മുഖ്യ ജലസ്രോതസ് ഏത് നദിയാണ്? അഷ്ടമുടിക്കായലിന്റെ മുഖ്യ ജലസ്രോതസ് കല്ലടയാറാണ്. അഷ്ടമുടിക്കായലിന്റെ മുഖ്യ ജലസ്രോതസ്സാണ് കല്ലടയാർ. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷം. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത് 1792 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടത്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ടതോടെ മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. ശ്രീരംഗപട്ടണം സന്ധി. ഇന്ത്യയിലെ ലോക പ്രശസ്തമായ ധാതുമേഖല. ഇന്ത്യയിലെ ലോകപ്രസിദ്ധമായ ധാതുമേഖല ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഏത് ഇനത്തിൽപ്പെട്ട ജീവിയാണ് ഗ്രാമലക്ഷ്മി? ഗ്രാമലക്ഷ്മി കോഴിയാണ്. കോഴി. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം. പഴശ്ശിരാജ മരണപ്പെട്ട ദിവസം 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജ മരണപ്പെട്ടത്.
സ്വത്തവകാശം ഇപ്പോൾ ഏത് തരം അവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. നിയമപരമായ അവകാശം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914 1914 കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത്. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം ഏതാണ്? പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകമാണ് സെനൺ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകം ഏതാണ്? സെനൺ. പേരിന് അപരിചിതൻ എന്നർത്ഥമുള്ള മൂലകമാണ് സെനൺ. കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത്. കേരളത്തിന്റെ പെലെ എന്നറിയപ്പെട്ടത് TKS മണിയാണ്. TKS മണി. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല കാസർഗോഡാണ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ല ഏതാണ്? കാസർഗോഡ്. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം. ഗോൾഡൻ ജയന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹം ശനി. ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടത്? നഗരപാലിക ബിൽ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് നഗരപാലിക ബിൽ രാജ്യസഭയിൽ പരാജയപ്പെട്ടത്. അടുത്ത ചോദ്യം, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ച വർഷം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1995 1995. വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ. വൃക്കയിൽ പ്രവർത്തിച്ച ശരീരത്തിലെ ജലസന്തുലനാവസ്ഥ നിലനിർത്തുന്ന ഹോർമോൺ ആൽഡോസ്റ്റെറോൺ ആണ്. ആൽഡോസ്റ്റെറോൺ. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യമേർപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദം. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മാതൃഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ സംസ്ഥാനങ്ങൾ സൗകര്യമേർപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 350A. അനുച്ഛേദം 350A. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ്. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവായിരുന്നത് ആദിത്യവർമ്മ. ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവായിരുന്നത് ആരാണ്? ആദിത്യവർമ്മ. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ രചിച്ചത്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന കൃതി ആരുടേതാണ്? MN റോയിയുടേതാണ്. MN റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ. ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഇടുക്കിയിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തുമ്പോൾ അമരാവതി എന്നറിയപ്പെടുന്ന നദി പാമ്പാറാണ്. കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം. റംപ കലാപങ്ങൾക്ക് വേദിയായത് ആന്ധ്രാപ്രദേശാണ്. നേതൃത്വം ആരുടേതായിരുന്നു? കരം തമ്മണ്ണ ദൊരയുടെ നേതൃത്വത്തിൽ 1839 മുതൽ വിവിധ റംപ കലാപങ്ങൾക്ക് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് ആരാണ്? ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പനാണ് ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത്. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദി വൈഗ. പ്രാണവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? 4S ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയാണ്. അഡ്രിനൽ ഗ്രന്ഥിയാണ് 4S ഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ്. ടാഗോറിന്റെ ഏത് കാവ്യ സമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്? ടാഗോറിന്റെ ഏത് കാവ്യ സമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്?
ധർമ്മസംഗീതം. ടാഗോറിന്റെ ധർമ്മസംഗീതം എന്ന കാവ്യ സമാഹാരത്തിലാണ് ജനഗണമന പ്രസിദ്ധീകൃതമായത്. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ ഏതാണ്? ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ പി സബ്ഷെൽ ആണ്. ഡംബൽ ആകൃതിയിലുള്ള സബ്ഷെൽ പി. ആർ ശ്രീജേഷ് ഇന്ത്യയുടെ ഏത് ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു? ആർ ശ്രീജേഷ് ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു ആർ ശ്രീജേഷ്. മലയാളത്തിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ്? മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. അർണോസ് പാതിരി. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപവത്കരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 3 അനുച്ഛേദം 3. ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ്? ഭാരതപ്പുഴ ഒഴുകുന്ന കേരളത്തിലെ ജില്ലകൾ പാലക്കാട്, മലപ്പുറം, തൃശൂർ. പാലക്കാട്, മലപ്പുറം, തൃശൂർ എന്നീ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനം. ഇന്ത്യയിൽ തുടങ്ങുകയും പിന്നീട് യൂറോപ്പിലേക്ക് വ്യാപിക്കുകയും ചെയ്ത പരിസ്ഥിതി പ്രസ്ഥാനമാണ് ലോബയാൻ പ്രസ്ഥാനം. ലോബയാൻ പ്രസ്ഥാനം. ലൂസിഫർ എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. ലൂസിഫർ എന്നറിയപ്പെടുന്നത് ശുക്രൻ. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം. ലബോറട്ടറിയിൽ തയ്യാറാക്കിയ ആദ്യത്തെ കാർബണിക സംയുക്തം യൂറിയ. ഏത് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത് കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. 1973 കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി അവതരിപ്പിച്ചത്. വ്യവസായ വിപ്ലവ കാലത്ത് മുഖ്യ ഊർജ സ്രോതസ്സായിരുന്നത് കൽക്കരി. വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് മുഖ്യ ഊർജ സ്രോതസ് ഏതായിരുന്നു? കൽക്കരി. കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കാൽസിട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയാണ്. ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണുള്ളത്? ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് എത്ര ചരണങ്ങളാണുള്ളത്? 5. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം ആസാം. ദേശീയ ജലപാത 2 കടന്നു പോകുന്ന സംസ്ഥാനം ആസാം. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ്. നെഹ്റു ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിരുന്ന ഹിന്ദു മഹാസഭ നേതാവ് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജി. വെള്ളായണി ഹ്രസ്വ ഏതിന്റെ ഇനമാണ്? വെള്ളായണി ഹ്രസ്വ മരച്ചീനിയുടെ ഇനമാണ് വെള്ളായണി ഹ്രസ്വ. ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാകുന്ന നേത്രരോഗമാണ് വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് എന്നത്. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോ നീലവൃത്തമാണ്. ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് കമന്റ് ചെയ്യുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ ആദ്യത്തെ സംസ്ഥാനം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനം ഗുജറാത്താണ്. ഗുജറാത്ത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖലയായിരുന്നത്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാറാണ്. മലബാർ. ട്രക്കിംഗ് കേന്ദ്രമായ സീതാർകുണ്ട് ഏത് ജില്ലയിലാണ്? സീതാർകുണ്ട് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട്. ദേശീയ ജലപാത 1ന്റെ നീളം എത്ര കിലോമീറ്റർ ആണ്? ദേശീയ ജലപാത 1ന്റെ നീളം 1620 കിലോമീറ്റർ ആണ്. 1620 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 1ന്റെ നീളം. ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം.
ആഹാരത്തിലൂടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പോഷക ഘടകം പ്രോട്ടീനാണ്. പ്രോട്ടീൻ. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ആർപ്പൂക്കരയ്ക്ക് സമീപം വിദ്യാലയം ആരംഭിച്ചത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. രാജ്യത്തെ ആദ്യത്തെ എയ്ഡ്സ് സാക്ഷരതാ ജില്ല പാലക്കാട്. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ആന്ധ്ര കേസരി ടി പ്രകാശം. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഫ്ലമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. അവസാനത്തെ ചോദ്യം, ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെയും അറിയപ്പെടുന്നത്? ഏത് വിറ്റാമിനാണ് വിറ്റാമിൻ എച്ച്, കോ എൻസൈം ആർ എന്നിങ്ങനെയും അറിയപ്പെടുന്നത്? വിറ്റാമിൻ B7. വിറ്റാമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ് വിറ്റാമിൻ എച്ച് അല്ലെങ്കിൽ കോ എൻസൈം ആർ എന്നിങ്ങനെയും അറിയപ്പെടുന്നത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.